എടോ ആ പയ്യൻ്റെ അയാളുടെ വീട്ടുകാരെ നാണക്കേട് നിങ്ങൾ ആലോചിച്ചോ? പോരാത്തതിന് അയാളൊരു പോലീസുകാരനും. സാറെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ ആ സാറിനോട് പറഞ്ഞതാ എനിക്കൊരാളെ ഇഷ്ടമാണെന്ന്. വീട്ടുകാരോടും പറഞ്ഞതാ. ശരി വാ. അതെ, ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ന്യായം ഇവരുടെ ഭാഗത്താണ്. സാറേ, ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് അവൻ ചെന്ന് വിളിച്ചപ്പോൾ അവൾ ഇറങ്ങി വന്നു, അത്രയേ ഉള്ളൂ. അച്ചോ, ഇതിൽ ഞങ്ങൾ പോലീസിന് പ്രത്യേകിച്ച് ചെയ്യാറൊന്നുമില്ല. ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായ ആൾക്കാരാ. തീരുമാനം ഇവരുടേതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ സോളമന്റെ ഗാർഡിയൻ എന്ന നിലയ്ക്ക് പറയുകയാണെന്ന് തന്നെ കൂട്ടിക്കോ. ഇതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ സമ്മതിച്ച ഈ കല്യാണം പന്തലി വെച്ചിട്ട് നടത്താം. അത് നടക്കില്ല ജോ. എൻ്റെ മൂത്ത കൊച്ചിനെ ദൈവം നേരത്തെ അങ്ങ് വിളിച്ചെന്ന് കരുതിക്കൊള്ളാം. ഇവനെ പോലൊരു അന്യാധികാരനെ, അതും തന്തയും തള്ളയില്ലാത്ത ഒരുത്തനെ എൻ്റെ വീട്ടിൽ വിളിച്ചു കയറ്റേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല. എല്ലാം അറിഞ്ഞോണ്ടല്ലേ അവൾ അവനെ ഇഷ്ടപ്പെട്ടത്. സാറേ, കല്യാണം മുടങ്ങിൻ്റെ നഷ്ടം ഞങ്ങൾ ചെറുക്കൻ വീട്ടുകാർക്ക് കൊടുത്തോളാം. ഇനി ഇവളുമായി ഒരു ബന്ധവും ഇല്ല. നീ ഒരിക്കലും നന്നാവില്ലടേ. അച്ഛാ, കച്ചവടം ഉറപ്പിച്ച് അച്ഛൻ കണ്ടുപിടിച്ച ചെറുക്കനേക്കാളും എൻ്റെ ഈ ചേനെ നന്നായി നോക്കിക്കോളും. അച്ഛൻ്റെ ഭാഷ പറഞ്ഞ ഈ തന്തിയും തള്ളില്ലാത്ത നോക്കിക്കോളും. എന്തൊരു ധൈര്യമാടാ ഇത്. ഈ ഒരു ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാനും ഇറങ്ങി പുറപ്പെട്ടത്. ശരി. എന്നാത്തിനാടാ ഈ ലോഹ ഇട്ടുണ്ട് എന്നെ ഈ പോലീസ് സ്റ്റേഷനൊക്കെ കയറ്റുന്നത്? അതിപ്പോ ലോഹ ഇട്ടില്ലെങ്കിൽ അച്ഛൻ തന്നെയല്ലേ വരേണ്ടത്. ആ, നീ നാളെ കെട്ടിനുള്ളതെല്ലാം തയ്യാറാക്കിക്കോ. കാശൊക്കെ ഉണ്ടോടാ കയ്യില്? സംഘടിപ്പിക്കാം. CA സാറ് വിളിപ്പിച്ചിട്ട് വന്നതാ. ഞാൻ വെറുതെ ഞാനാ വിളക്കൽ. സോറി, സീതയെ കല്യാണം കഴിക്കാൻ വന്ന ആള്. അറിയാം. ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. നേരിട്ട് വന്നു കണ്ട് പറയാനുള്ള ധൈര്യക്കുറവുള്ളതുകൊണ്ട്. ഏയ് സാറല്ല, ഇതിപ്പോ കെട്ടത്തിന് മുൻപായതുകൊണ്ട് ഓക്കെ. കെട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതിലും വലിയ കണക്കടായി പോനെ. ശരിയെന്നാ. സീതേ, ഒന്ന് വന്നേ. എനിക്കില്ലാത്ത എന്ത് കോപ്പാടോ അവനുള്ള? അല്ല, ചോദിച്ചതേ ഉള്ളൂ.